എന്തൊക്കെ തിന്നണം എന്തൊക്കെ പറയണമെന്ന് ഞങ്ങൾക്കറിയാം. അത് ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളത് ചെയ്യും. അത് ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളത് ചെയ്യും. തിന്നാനും പറയാനും സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലുണ്ട്. തിന്നാനും പറയാനും സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലുണ്ട്. അത് മൊത്തമായി നിങ്ങൾക്കറിയാതെ വയ്ക്കുവാൻ ബന്ധമുണ്ട്. അത് മൊത്തമായി നിങ്ങൾക്കറിയാതെ വയ്ക്കുവാൻ ബന്ധമുണ്ട്. ഞങ്ങളുടെ മേലിലെ രോമാവും നിങ്ങൾക്ക് തീരെഴുതി തരണോ? ഏമാരെ തീരെഴുതി തരണോ? ഞങ്ങളുടെ മേലിലെ രോമാവും നിങ്ങൾക്ക് തീരെഴുതി തരണോ? ഏമാരെ തീരെഴുതി തരണോ? അക്ഷരപ്പൂപ്പന്മാർക്ക് തീരെഴുതി നിനക്കെഴുതി തരണോ? അക്ഷരപ്പൂപ്പന്മാർക്ക് തീരെഴുതി നിനക്കെഴുതി തരണോ? വെള്ള പൊതിച്ചു നടക്കണ കോലങ്ങൾ കോടികൾ കത്താലെന്താ? വെള്ള പൊതിച്ചു നടക്കണ കോലങ്ങൾ കോടികൾ കത്താലെന്താ? നേരം പോകുന്നവർ കിരിയെന്ന് പണിഞ്ഞെഴുതുകയോ? നേരം പോകുന്നവർ കിരിയെന്ന് പണിഞ്ഞെഴുതുകയോ? നിന്റെ അരക്കണ കയ്യിലിരിക്കണ ഫാസിസക്കോലുണ്ടല്ലോ. നിന്റെ അരക്കണ കയ്യിലിരിക്കണ ഫാസിസക്കോലുണ്ടല്ലോ. അത് ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ സ്വാതന്ത്ര്യം തല്ലിക്കെടുത്താനല്ല. അത് ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ സ്വാതന്ത്ര്യം തല്ലിക്കെടുത്താനല്ല. ഞങ്ങളുടെ നാട് ഞങ്ങളുടെ ഞങ്ങളുടെ കൂവരുണ്ട്. ഇത് ഞങ്ങളുടെ നാട് ഞങ്ങളുടെ ഞങ്ങളുടെ കൂവരുണ്ട്. അതിലെങ്ങനെ എങ്ങനെ പോകണമെന്ന് ഞങ്ങൾക്കറിയാം. അതിലെങ്ങനെ എങ്ങനെ പോകണമെന്ന് ഞങ്ങൾക്കറിയാം. നമ്മുടെ പൂർവികർ മാംസാഹാരികളായിരുന്നു. മൃഗബലിയും സുരപാനവും മാംസാഹാരവും അവർക്ക് അനിവാര്യമായിരുന്നല്ലോ. എന്നിട്ട് എന്ന് മുതലാ ഇറച്ചി തീറ്റ നിർത്തിയത്? യാഗങ്ങളിൽ നടത്തി വന്നിരുന്ന മൃഗബലിക്കെതിരെ അഹിംസാ മന്ത്രവുമായിട്ടാണ് ബുദ്ധൻ കടന്നു വന്നത്. ബുദ്ധമതാനുയായികളുടെ എണ്ണം വർദ്ധിക്കുകയും ബ്രാഹ്മണാധിപത്യത്തിന് ഭീഷണിയാകുമെന്ന് ഭയക്കുകയും ചെയ്തപ്പോഴാണ് അവരെ ഒതുക്കാൻ ഇറച്ചി തീറ്റ നിർത്തിയത്. പശുവിനെ കൊല്ലുന്നോ തിന്നുന്നോ മാത്രമല്ല, വിൽക്കുന്നതും വാങ്ങുന്നതും പോലും ഇപ്പൊ കുറ്റകൃത്യാണത്രേ. ജാർഖണ്ഡ് കാലിക്കച്ചവടക്കാരായ രണ്ടുപേരെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയില്ലേ? സ്വന്തം പാർട്ടിക്കാരെ തന്നെ കൊന്നുകൊണ്ടാണല്ലോ ഇവർ പശുക്കളെ സംരക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ബോട്സ്വാനിൽ പശുക്കളെ കൊണ്ടുപോയ യുവാവിനെ വിശ്വ ഹിന്ദു പരിഷത്ത് ബജരംഗദൾ പ്രവർത്തകർ തല്ലിക്കൊന്നു. കർണാടകയിലെ ഉടുപ്പി ജില്ലയിലാണ് സംഭവം. ബിജെപി പ്രവർത്തകൻ പ്രവീൺ പൂജാരിയാണ് കൊല്ലപ്പെട്ടത്. സുഹൃത്ത് അക്ഷയ് ദ്രാവിഡ ഗുരുതര പരിക്കുകളോടെ ബ്രഹ്മവാൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബിജെപിയുടെ കെ.പി. കെഞ്ചൂർ ലോക്കൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രസിഡന്റാണ് കൊല്ലപ്പെട്ട പ്രവീൺ. ജൂലൈ 10 കർണാടകയിലെ ചിക്കമംഗ്ലൂർ ജില്ലയിൽ പശുവിനെ അറുത്തു തിന്നുവെന്ന് ആരോപിച്ച് ദളിത് കുടുംബത്തിലെ 5 പേരെ ബജരംഗദൾ പ്രവർത്തകർ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. ആര്യന്മാർ ആയുധങ്ങളോടൊപ്പം പശുക്കളുമായാണ് ഇന്ത്യയുടെ സമതലങ്ങളിൽ അധിനിവേശം നടത്തിയത്. പശു ഒരു വികാരമായി നിലനിർത്തി രാജ്യത്തെ വിഭജിക്കാനുള്ള ഇന്നത്തെ ദേശദ്രോഹികളുടെ വേരുകൾ ആര്യാവർത്തത്തിലാണ് ആണ്ടുകിടക്കുന്നത്. ചത്ത പശുവിന്റെ തോല് പൊളിച്ചെന്ന് പറഞ്ഞാണ് ഗുജറാത്തിലെ ഉനയിൽ ഈയിടെ ദലിതരെ തല്ലിച്ചതച്ചത്. ഞാൻ ജീവിച്ചാലും ചത്താലും മനുഷ്യർക്ക് പ്രശ്നം തന്നെ. ഒരു സാധു മൃഗമായ എന്റെ പേരിലാണല്ലോ ഈ രക്തച്ചൊരിച്ചിലൊക്കെ. ഷൂട്ട് മീ. എടോ, ഇതെന്താണോ എന്നെ ഷൂട്ട് ചെയ്യാനാ പറഞ്ഞത്? അതിനല്ല ഈ ക്യാമറ. ഇത് റെഡ് MX ആണ്. ഗുഡ് പെർഫോമൻസ്, ഹൈ റെസൊല്യൂഷൻ. എടോ, പടമെടുക്കാനല്ല, ഷൂട്ട് മീ എന്ന് വെടിവെക്കാനാ പറഞ്ഞത്. ഓ, അത് ശരി. അല്ല, താങ്കൾ എപ്പോഴും സെൽഫി എടുത്ത് നടക്കുന്ന ആളായതുകൊണ്ട് ഷൂട്ട് മീ എന്ന് പറഞ്ഞപ്പോ പടം എടുക്കാനാണെന്നാ ഞാൻ കരുതിയത്. ഷൂട്ട് മീ എന്ന് വെടിവെക്കൂ. ദളിത് സഹോദരരെ വെറുതെ വിടൂ. ഭയോ ഓർ ബഹറോ, അവരെ വെറുതെ വിടൂ. കണ്ടില്ലേ മുതലക്കണ്ണീർ. പശുവിന്റെ പേരിൽ മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടപ്പോ ഒരക്ഷരം ഉരിയാടിയില്ല ഈ മാന്യദേഹം. അന്ന് നാടുനീളെ സെൽഫി എടുത്ത് നടന്നു. സവർണ കോട്ടകൊത്തളങ്ങളുടെ ഇരുമ്പ് ഭിത്തികൾ ഭേദിച്ച് ദളിതുകൾ ഉയർത്തെഴുന്നേൽക്കുന്നത് സഹിക്കുന്നില്ല അല്ലേ?
എന്നാലും ഈ മാന്യദേഹം ഒരു സത്യം പറഞ്ഞു. ഗോരക്ഷകരിൽ ചിലർ സാമൂഹ്യ വിരുദ്ധരാണ്. കാലിക്കടത്തിന് ഹസ്ത വാങ്ങുന്ന ഗുണ്ടാ സംഘങ്ങളും പോലീസുമാ ഗോരക്ഷക വേഷം കിട്ടുന്നത്. കലാപങ്ങളിൽ കൊല്ലാനും ചാവാനും വേണ്ടി സംവരണം ചെയ്തു വെച്ചിരുന്ന ദലിതുകൾ ഇപ്പോൾ കൈവിട്ടു പോകുന്ന വാർത്തകളാണ് അങ്ങ് ഉത്തരദിക്കുകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വേവലാതിയാണിത്, അല്ലാതെ എന്ത് ദലിത് സ്നേഹം. പ്രിയമുള്ളവരെ, ഒന്നും എന്നും ഒരുപോലെ ആയിരിക്കുമെന്ന് കരുതരുത്. രാജ്യം പുതിയ ഉയർത്തെഴുന്നേൽപ്പുകൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലം പുതിയ വിമോചകരെ തേടുകയാണ്. സ്വാതന്ത്ര്യദിനത്തിൽ ഗുജറാത്തിലെ ഉറിയിൽ ദലിതുകൾ തോട്ടിപ്പണിയിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ചരിത്രം സൃഷ്ടിച്ചു.